നമസ്കാരം. ഒരു വശത്ത് നവകേരളം സൃഷ്ടിക്കാനുള്ള പെടാപ്പാട് പെടുന്നു ഒരു മുന്നണിയും അതിന്റെ സമുന്നതനായ നേതാവും. പറഞ്ഞു വരുന്നത് ഇടതുപക്ഷത്തെ കുറിച്ചാണ്. ശ്രീ പിണറായി വിജയൻ എന്ന രണ്ട് ചങ്കുള്ള നേതാവ് അക്ഷീണം പ്രവർത്തനത്തിലാണ്. ഒരു പുതുയുഗ സൃഷ്ടിക്ക്, പുതു കേരള സൃഷ്ടിക്ക്. അങ്ങനെയെങ്കിൽ വിട്ടുകൊടുക്കാനൊക്കുമോ? ഞങ്ങൾക്കും അറിയാം സൃഷ്ടിക്കാൻ. അങ്ങനെയെങ്കിൽ നവയുഗം തന്നെ, ഒരു പുതിയ യുഗപ്പിറവി തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലെ ചിന്ത. ഇത് പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ UDF വേണ്ടി നടത്തുന്ന യാത്ര, പുതുയുഗ യാത്ര. അപ്പൊ ആരവങ്ങളും ആവേശങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഇങ്ങനെ ജൈത്രയാത്ര നടത്തുകയാണ്. അടുത്ത മുഖ്യമന്ത്രി താൻ തന്നെ ആയിരിക്കും, ഹൈക്കമാൻഡ് തനിക്ക് തന്നെയാവും, വെള്ളിത്താലത്തിൽ വെച്ച് ആ പദവി നീട്ടുക എന്ന മോഹത്തോടു കൂടി. അതേസമയം വാളും പരിചയമൊക്കെയായി പടവെട്ടാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചേകവന്മാർ പലരുമുണ്ട്. KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇതൊന്നും മറന്നുകൊണ്ടല്ല വി ഡി സതീശന്റെ പുതുയുഗ യാത്ര. അപ്പം പങ്കുവെക്കുമ്പം പ്രശ്നമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്, വേറൊരു നാടകമാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്നിരുന്നാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് ചിലപ്പോൾ ഒരു ഐക്യത്തിന് വന്നുകൂടാകില്ല അല്ലേ? ഇപ്പം ഈ അപ്പം ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീതം വെക്കാനാണ് പ്രശ്നം. പക്ഷെ ചുടുന്ന പ്രോസസ്സ് സാമാന്യം നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അറ്റ്ലീസ്റ്റ് UDF ഇടതുപക്ഷ ക്യാമ്പിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അപ്പച്ചട്ടിയുടെ അടിക്ക് പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ KK ശൈലജയ്ക്ക് സീറ്റ് വേണോ വേണ്ടായോ? ശൈലജ ഒരു പരിധിയിലും ഉയർന്നു പോയി. മട്ടന്നൂർ നിന്നാൽ അങ്ങ് ജയിച്ചു വരും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ജയിച്ചു പോകണ്ട, ഏറത്തലപ്പൊക്കത്തിൽ പോകണ്ട. KR ഗൗരി അമ്മേ ഒരു തലപ്പൊക്കത്തിൽ പോകാൻ അനുവദിക്കാതിരുന്നത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടില്ലേ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ KR ഗൗരിയെ പടിയടച്ച് മിണ്ടം വെച്ചില്ലേ? അപ്പൊ ഇതൊക്കെ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി CPM ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു പുതുയുഗ സൃഷ്ടിക്ക് വേണ്ടി സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞിട്ടും ഏതാണ്ട് ഇതുപോലെയാണ്. അവസാനം നായനാർ തന്നെ വന്ന് വീണ്ടും കപ്പെടുത്തു. അതാണ് CPM-ന്റെ രീതി. അതാണ് നാട്ടുകാരല്ല പറയേണ്ടത്. CPM-ന് അതിൻ്റെതായ അടിസ്ഥാനപരമായ രീതികളുണ്ട്. ചിലപ്പോൾ ചിലരെ പ്രൊജക്ട് ചെയ്യും. ഞങ്ങൾക്കറിയാം ആളുകളെ പൊക്കാൻ, ഞങ്ങൾക്കറിയാം താക്കാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും CPM. മാളികപ്പുറത്തേറിയ മന്നന്റെ മാറിൽ മാറാപ്പ് കേട്ടുന്നതും CPM. ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ആ ഭവാൻ തീർച്ചയായും എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ഒരു ഭവാനെ ഉണ്ടാകൂ. സോവിയറ്റ് യൂണിയന്റെ കാലത്തെ അത് സാക്ഷാൽ സഖാവ് ലെനിനായിരുന്നു. ലെനിന്റെ കാലത്ത് ഓച്ച, അതിനുശേഷം ലെനിൻ യുഗത്തിന് ശേഷം സ്റ്റാലിൻ യുഗം വന്നു. അപ്പോൾ ലെനിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്റ്റാലിനായി പ്രധാനം. സ്റ്റാലിന്റെ കാലത്ത് സ്റ്റാലിൻ ആയിരുന്നു ഏകമുഖം തമ്പുരാൻ, എമ്പുരാൻ സ്റ്റാലിൻ. അതിനുശേഷം ക്രൂഷ്ചേവ് തള്ളിപ്പറഞ്ഞില്ലേ സ്റ്റാലിനെ? സ്റ്റാലിൻ യുഗത്തിൽ നടന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധമായിരുന്നു. അന്ന് ഒരു പത്രലേഖനം ചോദിച്ചു, അപ്പോഴൊക്കെ താൻ എവിടായിരുന്നു? ഇതൊക്കെ മോശമാണെന്ന് സ്റ്റാലിൻ ചത്ത് നാട് നീങ്ങിയതിനു ശേഷമാണോ പറയുന്നത്? അപ്പോഴാണ് ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതി കൃത്യമായിട്ട് ഏതവനാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സഖാവ് ക്രൂഷ്ചേവ് റഷ്യയിൽ ചെരുപ്പെടുത്ത മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് ഏതവനാണ് അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ സദസ് നിശബ്ദമായിരുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. ഒരു നേതാവ്. അതുപോലെ തമിഴ്നാട്ടിലും ഉള്ള പോലെ കേരളത്തിൽ ഒരു സ്റ്റാലിൻ ഉണ്ടെന്നാണ് സാർ പറയുന്നത് അല്ലേ? കേരളത്തിലും ഒരു സ്റ്റാലിൻ കൂടെയാണ് പറയുന്നത് അല്ലേ? അല്ല, അതിനെ ഒന്നും നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ. ആരാണോ നേതാവ്, കിം ജോങ് ഉൻ അല്ലേ? വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി എത്ര ഗംഭീരമായിട്ടാണ് വടക്കൻ കൊറിയയെ നേരിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും കിടുകിട വിറപ്പിച്ചുകൊണ്ടല്ലേ കിം ജോങ് ഉൻ നിമിഷാർത്ഥം കൊണ്ട് ഈ റോക്കറ്റുകൾ വിടുന്നത് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് രീതികളാണ്. ചൈനയിൽ നോക്കൂ, എത്ര ശാന്തമാണ്, ശാന്ത ഗംഭീരം. വലിയ വലിയ രീതിയിലാണ് ഷീ ജിൻപിങ് മുന്നോട്ട് കൊണ്ടുവന്ന്. തിരുവായിക്ക് എതിർവായെന്നൊരു കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ ചൈനയ്ക്ക് വികസനമില്ലേ? 19 ട്രില്യൺ ഇക്കോണമി എവിടെ കിടന്നതാണ്? 1942 ചൈന ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും സമാനമായ സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഏകാധിപതികൾ എന്ന് ചില പാശ്ചാത്യ കമ്പോള ശക്തികൾ വിമർശിക്കുന്ന ഏകാധിപതികൾ
ചൈനയെ പീട്ടിച്ചുയർത്തി വൻപൻ ഇക്കോണമിയാക്കി മാറ്റിയില്ലേ? അത് തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിനും അത് തന്നെയാണ് വേണ്ടതെന്നാണ് CPM-ന്റെ അഭിപ്രായം. അതെ, കേരളത്തിന് അപ്പോ ഞങ്ങൾ നാഷണൽ ഹൈവേ കൊണ്ടുവന്നില്ലേ? കേരളത്തിന് ഞങ്ങള് റെയിൽ കൊണ്ടുവന്ന് നിങ്ങളല്ലേ തടുത്തത്? ഇപ്പൊ ഞങ്ങൾ അതിവേഗ റെയിൽ വീണ്ടും പ്രപ്പോസൽ കൊടുത്തിരിക്കുകയല്ലേ? നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കിയില്ലേ? നമ്മുടെ ആശുപത്രികളെല്ലാം കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി വളരെ പരിഷ്കരിച്ചില്ലേ? എന്നൊക്കെയുള്ള മെസ്സേജുകൾ നമുക്കിങ്ങനെ ദിവസവും ടെലിവിഷനിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സിനിമാ നടൻ മോഹൻലാൽ ഇതെല്ലാം മുഖ്യമന്ത്രിയോട് ചോദിച്ച് നമുക്ക് ക്ലാരിഫിക്കേഷൻ തരികയാണ്. അപ്പോ വേണുഗോപാൽ സാർ അറിഞ്ഞില്ലേ കേരളത്തിന്റെ DNA അങ്ങ് മാറിയത്? പണ്ടൊക്കെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് DNA എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും ഉദിച്ചുയരുന്ന, ചേറിൽ നിന്നും, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ഉദിച്ചുയരുന്ന ചെങ്കതിർ അല്ലെങ്കിൽ ഉദയസൂര്യൻ, അതായിരുന്നു CPM. ഇപ്പോഴങ്ങനെയല്ല. ക്രോണി ക്യാപിറ്റലിസം എന്നത് അതിന്റെ സാധ്യതകൾ പരമാവധി അദാനിയെങ്കിൽ അദാനി, അംബാനിയെങ്കിൽ അംബാനി. വിഴിഞ്ഞം പോർട്ട് എന്താ മോശമാണോ? തിരുവനന്തപുരം എയർപോർട്ട് എന്താ മോശമാണോ? അതൊക്കെ നടത്തണമെങ്കിൽ കുത്തക മുതലാളിമാർക്കെ കഴിയൂ. അങ്ങനെയുള്ള മുതലാളിമാരെ, ലുലു മോളിന്റെ മുതലാളി എത്ര നല്ല മനുഷ്യനാണ്, യൂസഫ് അലി. ഇങ്ങനെയുള്ള മുതലാളിമാരുമായി ചേർന്ന് നിന്നാൽ കേരളത്തിന് വൻപൻ വികസനം ഉണ്ടാകും. ഇതൊരു മാറിയ കാഴ്ചപ്പാട്. കേരളം നന്നാകണമെന്ന് ഈ UDF ആഗ്രഹിക്കുന്നുണ്ടോ? LDF ആഗ്രഹിക്കും കേരളം നന്നാകണം. അതുകൊണ്ട് ഹൈവേ വരും, വികസനം വരും, ഈ കേരളയിൽ വരും, വരാതിരിക്കില്ല. ഇപ്പോഴും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ സ്ത്രീധരൻ ചിലപ്പോൾ പിച്ചും പെയ്യൊക്കെ പറയും. അദ്ദേഹം പൊന്നാനിയിൽ ഒരു ഓഫീസൊക്കെ തുടങ്ങി, അദ്ദേഹത്തിന്റെ വീടിന്റെ മുകൾ നിലയിൽ ഒരു ഓഫീസൊക്കെ തുടങ്ങി, ഞാൻ ഇങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ പറയും. ഇതൊക്കെ ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആണ്. കേരളത്തിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാം. കേരളത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അപ്പക്കച്ചവടക്കാരുടെ വിഷയമാണ് എന്ന് സഖാവ് MV ഗോവിന്ദൻ എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അറിയില്ലേ? കാസർഗോഡ് ഒന്ന് അപ്പം എറണാകുളത്ത് കൊണ്ടുവന്ന് വിറ്റിട്ട് അടുത്ത ട്രെയിനിൽ കയറി മണിക്കൂറുകൾക്കുള്ളിൽ, 2 മണിക്കൂറിനുള്ളിൽ കാസർഗോഡ് എത്താൻ കഴിയുമെങ്കിൽ അപ്പക്കച്ചവടക്കാരുടെ ഒരു അഭിവൃദ്ധി നോക്കൂ. അപ്പം മാത്രമല്ല, ആ വഴിയിൽ പല കച്ചവടവും നടക്കും. അതുകൊണ്ടാണ് ആനന്ദമായ സാധ്യതകളാണ് കൺസ്ട്രക്ഷൻ രംഗം. ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഒരിക്കലും ഊരിപ്പോകാത്ത വിശ്വാസ്യതയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫേമാണ് ഊരാളുങ്കൽ. ഊരാളുങ്കലിലൊക്കെ കോൺട്രാക്ട് കിട്ടുമെങ്കിൽ ഇപ്പോൾ ഏതൊക്കെയോ ദുഷ്ടശക്തികൾ, കിങ്കരന്മാര് പറഞ്ഞു പറയുന്നു ഇതൊക്കെ അദാനിയുടെ കയ്യാളാണ് ഊരാളുങ്കൽ. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ ജയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് താലങ്കം വിലങ്ങും റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ കേരളം വികസിത കേരളയാകും. അതാണ് നവകേരള യാത്ര കൊണ്ട് ശ്രീ പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. ഈ ഒരു നല്ല സന്ദേശം ജനങ്ങളിൽ എത്തുന്നതിന്റെ ഭാഗമായി സാമാന്യം നിലവാരമുള്ള ഒരു ബസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാർ മന്ത്രിമാരൊക്കെ പണ്ട് അംബാസഡർ കയറി എത്രയോ ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആർഭാടമുള്ള കാറുകളും ആർഭാടമുള്ള സൗകര്യങ്ങളുള്ള ബസ്സും ഒക്കെ, കോച്ച് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഉമ്മൻചാണ്ടിയൊക്കെ എത്ര പരിമിതമായ സാഹചര്യത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഒരു അംബാസഡർക്കാരുടെ കീറ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ജനനായകനാണെന്നും ജനങ്ങളെ തോളെ കയറ്റി നടക്കുകയാണ്. അതല്ല യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് LDF കാണിച്ചിരുന്ന ഒരു മാർഗമുണ്ട്. മറുവശത്ത് VD സതീശൻ നിരന്തര വിമർശനത്തിലാണ്. ഇപ്പോൾ യാത്രാ മധ്യേ VD സതീശൻ എന്തെല്ലാം അബദ്ധങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത്. LDFന്റെ വികസന മുന്നേറ്റത്തെ മുഴുവൻ അഴിമതിയാണ്. പറയുന്നത് ആരാണ്? പറയുന്നത് എന്താണ്? അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. പച്ച നട്ട കുരുക്കാത്ത കള്ളമല്ലേ? ആചാര സംരക്ഷണത്തിന് വേണ്ടി അക്ഷീണം LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആചാരപരമായി സ്ത്രീകളെ ശബരിമലയിൽ എങ്ങനെ പ്രവേശിപ്പിക്കാം എന്നതിനെ കുറിച്ച് AKG സെന്ററിൽ വൻ ഗവേഷണങ്ങൾ നടത്തി എത്രയോ ഭക്തിയോടുകൂടിയാണ് സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാനുള്ള ഇടപാടുകൾ ചെയ്തത്. ഇതെല്ലാം സമഭാവനയോടെ കാണാതെ വിമർശനപരമായി കാണുന്ന VD സതീശനെയും കൂട്ടരെയും എന്താ പറയുക? അയ്യപ്പന്റെ പേരിൽ ഒരു സംഗമം നടത്തി പ്രായമുള്ള ഒരാളെ കാറിൽ കയറ്റി മുഖ്യമന്ത്രി കൊണ്ടുപോയി ഒരു 300 മീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടിയ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് കാറിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി, മുകളിലോട്ട് കൊണ്ടുപോയി. കല്ലും മണ്ണും കാലിക്കുമെത്തൈ എന്നൊക്കെയുള്ളത് പഴയ മുദ്രാവാക്യമല്ലേ? ഇവ കല്ലും മണ്ണും കാലിക്കുമെത്തൈ എന്നത് മാറി അത് കാറുക്കുമെത്തൈ എന്നങ്ങോട്ട് മാറ്റി അങ്ങനെ പോയി. അതിന് എന്തെല്ലാം പുകിലാണ് UDF ഉണ്ടാക്കിയത്. ഈ നുണക്കഥകളൊക്കെ പറയാൻ, ശബരിമലയെ കുറിച്ചൊക്കെ നുണക്കഥകൾ പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ നല്ല മുഖം അങ്ങോട്ട് കാണിച്ചു തരും. സുന്ദരനായ മോഹൻലാലിനെ ഇറക്കി മോഹൻലാലുമായി സരസമായി സംസാരിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജനഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെയാണ് കേരളം LDFന്റെ നേട്ടങ്ങൾ, ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മണിയാശാൻ പറയുന്നത് നമ്മുടെ ആൾക്കാർക്കൊന്നും
ഒരു മര്യാദയിൽ കൊടുത്ത കാശ് കയ്യിൽ വാങ്ങി തിന്നിട്ട് നമുക്ക് തലതിരിച്ച് വോട്ട് ചെയ്യുന്ന ഈ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് മണിയാശാൻ ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ 60 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നു. ഇപ്പതാ ഞങ്ങൾ എല്ലാവർക്കും DA കുടിശ്ശിക തീർത്ത് പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും എല്ലാം കൊടുത്തിരിക്കുന്നു. ഒരു പൈസ ഇനി DA ബാക്കിയില്ല. ശമ്പള പരിഷ്കരണം ഇതാ നെല്ലിപ്പലകളെ എന്ന് പറയുന്ന ഞങ്ങൾ ശമ്പള പരിഷ്കരണം വരെ നടത്താൻ പോകുന്നു. വികസന പ്രവർത്തനങ്ങൾ നിരവധി നടത്തി. സ്ത്രീകൾക്കെല്ലാം ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് 1000 രൂപ വീതം അയച്ചു കൊടുത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാശ് കൊടുത്തിട്ടും ഒരുപാട് ഈ എല്ലാം വാങ്ങിച്ചിട്ട് ജനം ഒട്ടും മര്യാദയില്ലാതെ പെരുമാറുന്നു എന്ന് മണിയാശാൻ പരാതി പറയുകയാണ്. ഉള്ള കാര്യമല്ലേ വേണുഗോപാൽ സാറേ മണിയാശാൻ പറയുന്നത്? മണിയാശാൻ ആശാൻ എന്നല്ലേ ആളുകൾ വിളിക്കുന്നത്? എത്ര ബഹുമാനത്തോടെയാണ് ആശാൻ എന്ന് വിളിക്കുന്നത്? ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 58 പിഴയ്ക്കും എന്നൊക്കെ പാടി ആശാനെ ചെറുതാക്കുകയല്ലേ കേരള ജനത ചെയ്യുന്നത്? കേരളത്തെ എഞ്ചുപടി പഠിപ്പിച്ചത് ആരാണ്? മണിയാശാൻ അല്ലേ? 1, 2, 3 എന്ന് മുതൽ സകല അക്ഷരമാലയിലെ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം കേരളത്തിന് ഹൃദ്യസമാക്കി കൊടുത്ത ആശാനല്ലേ മണിയാശാൻ? ആ ആശാന്റെ നെഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചവിട്ടുകല്ലേ പല വിമർശകന്മാരും. അത് ശരിയാണോ? ആശാൻ എത്ര പണ്ഡിതനാണെന്ന് നോക്കൂ. ആശാൻ എന്ന് പറഞ്ഞ് 110 വരെ ആയിരിക്കും അടുത്ത തവണത്തെ സീറ്റുകൾ വരാൻ പോകുന്നത്. ഞങ്ങൾ 110 കൊണ്ടെത്തിക്കുമെന്ന് മണിയാശാൻ ഉറപ്പ് തരികയാണ്. ആശാൻ 140 കടന്നെണ്ണില്ല എന്ന് പ്രതീക്ഷിക്കാം. 140 വരെ എണ്ണി ആശാന്റെ നാവ് പൊന്നാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ. അതുമല്ല, ആശാൻ ബഹുഭാഷാ പണ്ഡിതനാണ്. ആശാന്റെ നാവിൽ സരസ്വതി വിളയാടുകയല്ലേ. അതിനെ ചില വിമർശകർ പറയും അത് വികട സരസ്വതിയാണെന്ന് പറയും. അതൊന്നുമല്ല. ആശാന് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ഭാഷ അറിയാം. ആശാൻ നാട്ടുമ്പുറത്തുകാരനല്ലേ. ആശാൻ അങ്ങനെ പല ഭാഷകൾ പറയുന്ന കൂട്ടത്തിൽ അന്യം നിന്ന് പോയ പാലി ഭാഷ ഉൾപ്പെടെ അതിലെ ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മലയാളിക്ക് അത് മനസ്സിലാവില്ല. അത് മലയാളിയുടെ പാണ്ഡിത്യക്കുറവ് കൊണ്ടാണ്. ആശാൻ എന്നാൽ ആ വിവേചനമൊന്നുമില്ല. ആശാൻ അന്യം നിന്ന് പോയ ഭാഷകൾ ഉപയോഗിച്ച് അതിനകത്ത് ഏറ്റവും ചോയ്സസ്റ്റ് വേർഡ് ഉപയോഗിച്ച് പറയാനുള്ള കാര്യം നാട്ടുകാർക്ക് പറഞ്ഞാൽ കേൾക്കുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന ഭാഷയിലും കൊണ്ട് പറയും. അത് ഉടുമ്പും ചോലയെ പറയാൻ കഴിയുന്ന ഏകയാള് മണിയാശാനാണെന്ന് പാർട്ടി അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് 2 ടേം കഴിഞ്ഞിട്ട് 3ാമത്തെ ടേമിൽ മണിയാശാൻ വീണ്ടും മത്സരിക്കും. മണിയാശാൻ ഉടുമ്പ് പോലെ ഉടുമ്പും ചോലയിൽ പിടിച്ച് കിടക്കുകയാണ് എന്ന് പറയുന്ന വിമർശകന്മാരാണ്. അങ്ങനെയൊന്നുമല്ല. മണിയാശാൻ നിന്നാലേ ഉടുമ്പുചോല ജയിച്ചു വരാനാവൂ എന്ന് ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് മണിയാശാന്റെ വില. ഇങ്ങനെയുള്ള താരങ്ങളാണ് യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള താരങ്ങൾ. എത്ര ഗംഭീരമായ സുഭകനായ ഗംഭീരനായ കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹമാണോ ദേവസ്വം ബോർഡിന്റെ അഴിമതികൾക്കെല്ലാം കാത്തിരിക്കുന്നത്? ദേവസ്വം ബോർഡ് മന്ത്രിയല്ലല്ലോ. ഇതൊക്കെ ദേവസ്വം കമ്മീഷണറും ജീവനക്കാരും ഒക്കെ ചേർന്ന് തട്ടിച്ചെടുക്കുന്നതിന് മുഴുവൻ മന്ത്രി കണക്ക് പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ MC റോഡ് വഴി പോകുമ്പോൾ, കിളിമാനൂർ വഴി പോകുമ്പോൾ, പുളിമാത്ത് വഴി പോകുമ്പോൾ മൂത്രശങ്ക ഉണ്ടാകും. സ്വാഭാവികമാണ്. അറിയാവുന്ന ഒരാളാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ വീട്ടിൽ കയറി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് മുന്നോട്ട് പോയി. ഇത് മാത്രം ഒരു മന്ത്രിക്ക് ഈ നാട്ടിൽ മൂത്രം ഒഴിക്കാനുള്ള അവകാശം പോലും ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതൊക്കെയാണ് വിമർശനങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാ ഞങ്ങൾ പടക്കുതിരകളെ മാത്രമേ സിറ്റിംഗ് MLA രംഗത്തിറക്കിയിട്ടുള്ളൂ. ഞങ്ങള് ശ്രീ മുകേഷിനെ ചെറുപീഡനങ്ങൾ മാത്രം നടത്തുന്ന മുകേഷിനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് സാർ മറന്നുപോയാ? അത് സ്കെയിലിൽ റിക്ടർ സ്കെയിലിൽ വളരെ കുറവാണ്. തീവ്രതയുടെ മാപിനി, പീഡനത്തിന്റെ തീവ്രതയുടെ മാപിനി എന്നൊക്കെ പറയുന്നത് ഭൂകമ്പ മാപിനി, അത് റിക്ടർ സ്കെയിൽ എന്നൊക്കെ പറയുമല്ലോ, അതിനേക്കാൾ വളരെ സ്ഫുടം ചെയ്തെടുത്തതാണ്. അതിൽ മുകേഷിന്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അങ്ങനെ ചെറിയ ആളുകളെയല്ല നമുക്ക് വേണ്ടത്. നല്ല ഒന്നാം തരം ഉശിരുള്ള ആളുകളെയാണ് നമുക്ക് സ്ഥാനാർത്ഥികളായി നിർത്തേണ്ടത്. മുകേഷ് ഔട്ട്, പൊയ്ക്കോട്ടെ, ചീള് കേസൊക്കെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ജില്ലാ സെക്രട്ടറി തീരുമാനമെടുത്തത്. രാജേന്ദ്രനെ ഞങ്ങള് കോഴിക്കോട് കൊണ്ടുവരുന്നുണ്ട്, അത് സാർ മറക്കരുത്. ആര്യ രാജേന്ദ്രനും ഭർത്താവിനും ബാലുശ്ശേരി സീറ്റ് സച്ചിൻ ദേവിന് കൊടുക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റ് കൊടുവള്ളിയോ കോഴിക്കോട് 1, 2 സീറ്റുകൾ സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്താൽ തീർച്ചയായും അത് നല്ലതല്ലേ? മുൻപ് കമ്മ്യൂണിസ്റ്റ് രീതികൾ എന്താണ്? KR ഗൗരിയമ്മയും TV തോമസും ഒക്കെ നിറഞ്ഞൊരു കാലമുണ്ടല്ലോ. അവർ 2 പാർട്ടിയിലായിരുന്നു, CPM-ലും CPI-ലും. ആദ്യം ഒരുമിച്ച് CPI-ലായിരുന്നു, പിന്നെ CPM-ഉം CPI ആയി. 2 പേരും മന്ത്രിയായില്ലേ? 2 പേരും മോശമാക്കിയില്ലല്ലോ കളം. അതുകൊണ്ട് ഭാര്യ സുശീല ഗോപാലൻ, AK ഗോപാലൻ, എന്തൊരു ദാമ്പത്യമായിരുന്നു. അതുപോലെയുള്ള ഇപ്പോഴെന്ത് ബിന്ദു ടീച്ചറും, മന്ത്രി ബിന്ദു ടീച്ചറും ഭർത്താവ് വളരെ നല്ല നിലയിലാണല്ലോ, പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ. ഇതൊക്കെ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്കും മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുത്താൽ എന്താ കുഴപ്പം? ഇതൊന്നും UDF അങ്ങനെയൊന്നും അല്ല.
അവിടെ കുടുംബ ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ രീതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നോക്കൂ, പിന്നെ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സജീവ സാന്നിധ്യമായാണല്ലോ വൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും. ആർക്കെങ്കിലും ഒരു ദോഷം വരുത്തിയോ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് ദമ്പതികൾ? എത്ര ഐക്യരൂപത്തിലാണ്. CPI മോശമല്ലല്ലോ, ഡി രാജയും ആനി രാജയും ഇടക്കുരുവുകളെ പോലെ CPIയുടെ ഉന്നത സമിതിയിൽ ഇരിക്കുമ്പോൾ എന്തൊരു ഐശ്വര്യമാണ്. അങ്ങനെയാണോ അപശകനം പിടിച്ച രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി, അവരുടെ അമ്മ സോണിയാഗാന്ധി, അവരുടെ ഹസ്ബൻഡ് രാജീവ് ഗാന്ധിയുടെ അമ്മ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് പിന്നെ പണ്ഡിറ്റ് പിന്നെ ഇപ്പൊ ഇതെല്ലാം ഈ പണ്ഡിറ്റുകൾ മുഴുവൻ നാട് മുടിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വ്യത്യസ്തമായ ഒരു മാതൃക കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കുടുംബ ഭരണമല്ല ഇത്, തീർച്ചയായും വികസനത്തിന് വേണ്ടി ഭർത്താവിനൊരു താങ്ങ് ഭാര്യയും ഭാര്യയ്ക്കൊരു കൈത്താങ്ങ് ഭർത്താവും കൊടുക്കുന്ന രീതിയിൽ സമഗ്രമായ വികസന പാക്കേജാണ് LDFന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അതാണ് പാർട്ടിയുടെ സ്ട്രെങ്ത്. കാരണം പാർട്ടി കുടുംബം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കുടുംബം, പാർട്ടി ഗ്രാമം. ഇതാണ് ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ ഈ വൈഭവം തിരുവനന്തപുരത്തുകാർക്ക് മാത്രം അനുഭവിച്ചാൽ പോരാ. ആ കഴിവ്, ആ ശേഷി, ആ ശേമുഷി കോഴിക്കോട്ടുകാർക്കും അർഹതപ്പെട്ടതാണ്. തീർച്ചയായും അവർക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാനുണ്ടാകും. അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കൊതിക്കറവാണെന്ന് മാത്രമേ ഞാൻ പറയൂ. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആര്യ രാജേന്ദ്രന്റെ പേര് വേണ്ട എന്ന് വെട്ടാനുള്ള അല്ല, അവർ രണ്ടുപേരും മത്സരിക്കട്ടെ, കോഴിക്കോട് വരട്ടെ, അല്ലെങ്കിൽ സജിൻ ദേവിക്ക് തിരുവനന്തപുരത്ത് വരട്ടെ, എന്തൊക്കെയും ചെയ്യട്ടെ. കാരണം ഇതെല്ലാം തന്നെ ട്രാൻസ്ഫർ നോംസില് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെയുള്ള ട്രാൻസ്ഫർ നോംസിൽ പറയും ഹോം ഡിസ്ട്രിക്റ്റിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുക. അപ്പൊ അതായിരിക്കും ഒരു പക്ഷേ കോഴിക്കോട്ടേക്ക് മാറ്റിയതിന്റെ ഉദ്ദേശം. മറ്റൊന്ന്, ഇതിലൊരു അന്തർധാര ഉണ്ടോ എന്ന് സംശയിക്കുന്നു. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരുന്നതിന്റെ ഒരു കാരണം ആര്യ രാജേന്ദ്രന്റെ സദ്ഭരണമായിരുന്നു. അപ്പൊ അതുപോലെ ഇനി കോഴിക്കോട് പിടിച്ചടക്കാനായിട്ട് BJPക്ക് ഗുണകരമായി വരുന്ന മറ്റൊരു ഘടകമായി ആര്യ രാജേന്ദ്രൻ ദമ്പതികളുടെ വാഴ്ച അനുവദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കോഴിക്കോട് കോർപ്പറേഷനിൽ 7-8 സീറ്റുമായി BJP ശക്തമായ സാന്നിധ്യം അറിയിച്ച ഒരു കാര്യം, ഒരു സമയമാണ്. കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരത്ത് മാത്രമല്ല നഗരസഭകളിലും കോർപ്പറേഷനിലും ഒക്കെ BJP സാമാന്യം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണ് BJP ലേശം പിന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് CPM ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ജനകീയരായ ആര്യ രാജേന്ദ്രനെയും PP ദിവ്യയും ഒക്കെ പോലെയുള്ള ജനകീയ മുഖങ്ങളെ ഫീൽഡ് ചെയ്യാൻ കഴിയുകയും, അതായത് ജനകീയ മുഖമല്ലാത്ത KK ശൈലജയെ പോലെയുള്ള ആളുകൾ ഒരു ബാധ്യതയായി കണ്ട് മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഐശ്വര്യമാണ്. പിണറായി വിജയൻ BJP എന്ന ഭവനത്തിന്റെ ഐശ്വര്യം എന്ന് BJPക്കാര് പോരെഴുതുന്നുണ്ടെങ്കിൽ അത് വെറും ട്രോളായി മാത്രം കണ്ടാൽ മതി. അങ്ങനെയല്ല. ഏറ്റവും ഉചിതരായ ആളുകളെ, യുവ കേസരികളെ, എത്രയോ നല്ല അനർഗളമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വൈലോപ്പള്ളിയും പിന്നെ ഒക്കെ കവിതകളെയൊക്കെ എടുത്ത് അമ്മാനമാടുന്ന ചിന്ത ജെറോം കൊല്ലത്ത് എത്ര ഗംഭീരമായ ഒരു മുദ്രാവാക്യമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചത്. അപ്പൊ എത്ര സഭ്യമായ ഭാഷയിൽ ഉഗ്രമായ പ്രയോഗങ്ങൾ നടത്തി യുവ കേസരികൾ, അത് വനിതാ കേസരികൾ ഉൾപ്പെടെ യുവ കേസരികൾ CPMന്റെ ഒരു മുതൽക്കൂട്ടാണ്. അവരെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിക്കുക, അൺലീഷ് ചെയ്യുക. ജനം ധാരധാരിയായി വന്ന് കുത്തും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, വോട്ട് കുത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LDFന് തുടർ ഭരണം മൂന്നാം ഊഴം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനായിരിക്കാം ഇപ്പോൾ കേരളം ഒട്ടാകെ പഴയ MLA-മാരെ മുഴുവൻ സ്ഥാനാർത്ഥികളാക്കുന്നു. അതുപോലെ തന്നെ പുതു രക്തം എന്ന് പറഞ്ഞു വരുന്നത് ഈ ആര്യ രാജേന്ദ്രനെ പോലെയും നമ്മുടെ ഗോവിന്ദ മാസ്റ്ററുടെ പത്നിയെ പോലെയും ഒക്കെയുള്ള പ്രഗത്ഭരായി വരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിന് ഒരുപാട് പുത്തൻ പ്രവർത്തന ശൈലിയും പുതിയ വിപ്ലവ ഗീതങ്ങളും തെരുവ് നാടകങ്ങളും ഒക്കെ ഇനിയും കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? KPSC നാടകവേദി ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ നല്ലതാണ്. ആലപ്പുഴ ജില്ലയിലൊക്കെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു നാടകവേദിയല്ല. ഇപ്പൊ നാടകം അങ്ങ് അന്യം നിന്ന് പോകുമ്പോൾ അതൊക്കെ സംസ്ഥാന വ്യാപകമായി വ്യാപിക്കുകയും പുതിയ ക്യാപ്സ്യൂൾ ഫാക്ടറികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക എന്നത് അനന്തമായൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് താരമൂല്യമുള്ള ആളുകളെ ഇറക്കി
പൊളിപ്പൻ പ്രകടനങ്ങൾ നടത്തി ജനഹൃദയങ്ങളിൽ ആഴത്തിൽ അങ്ങോട്ട് വേരോട്ടം ഉണ്ടാക്കുക എന്നത് CPM രീതിശാസ്ത്രമായി വന്നിരിക്കുന്നു. CPM മാത്രമല്ല, ഇടതുപക്ഷത്തിന് മൊത്തം. കാരണം നോക്കൂ, എത്ര അച്ചടക്കമാണ് ഇടതുപക്ഷത്തെ. മറ്റ് കക്ഷികൾ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. കൊടുക്കുന്ന സീറ്റ് അങ്ങോട്ട് വാങ്ങി സന്തോഷമായി മത്സരിച്ച് ജയിക്കുകയോ തോക്കുകയോ ചെയ്യും. പക്ഷെ CPM കേരളത്തിൽ കൃത്യമായി 24-25 സീറ്റിൽ ആര് മത്സരിച്ചാലും CPM ഫിക്സ്ഡ് കുത്തക സീറ്റുകളാണ്. അത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അത് തിരുവനന്തപുരം ജില്ലയിലും ഒക്കെയുള്ള, കൊല്ലം ജില്ലയിലും ഒക്കെ കൃത്യമായുണ്ട്. കോൺഗ്രസിന് അങ്ങനെ ഒരു സീറ്റുണ്ട് കേരളത്തിൽ കൃത്യമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് മാത്രം ജയിക്കാൻ കഴിയും എന്ന് പറയുന്ന സീറ്റ് എറണാകുളം ജില്ലയിൽ പോലും ഇല്ല എന്നതാണ് ഈ നിരീക്ഷകരുടെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെയെങ്കിൽ അത്ര വേരോട്ടമുള്ള ഒരു പാർട്ടി ഏറ്റവും ഉചിതരായ മുഖങ്ങളെയാണ് അണിനിരത്തേണ്ടത്. ഇപ്പോൾ ഇതാ 2 തവണ അങ്ങോട്ട് ഇരുന്ന് ആ മണ്ഡലം അങ്ങോട്ട് പുഷ്ടിപ്പെടുത്തിയ ആളുകളെ ഈ 2 ടേം നിബന്ധന വെച്ച് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഏത് കോത്താഴത്തെ നിഗമനമാണത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. നല്ല റിവാർഡ് ഓഫ് ഗുഡ് വർക്ക് ഈസ് മോർ വർക്ക്. അതുകൊണ്ട് 3-ാം ഊഴവും 4-ാം ഊഴവും ഉണ്ടാകട്ടെ. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? LDF പൊടി പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് എത്രാമത്തെ തവണയും മത്സരിപ്പിക്കാം. പിന്നെ ചില ആളുകൾ, ശൈലജ ടീച്ചറിനെ പോലെയുള്ള ചില ആളുകൾ മാറി നിൽക്കട്ടെ, കണ്ണ് കിട്ടാതിരിക്കാൻ AN ഷംസീറിനെ പോലെയുള്ള ചില ആളുകളും തലശ്ശേരിയിൽ തൽക്കാലത്തേക്ക് മാറി നിന്നത് നല്ലത്. സുധാകരൻ ഈ കവിയാണ്. അദ്ദേഹം കവിതയൊക്കെ എഴുതി ശിഷ്ടജീവിതം നടത്തട്ടെ. അല്ലെങ്കിൽ നമുക്ക് BJP മോഡലിൽ ഒരു കാര്യനിർവാഹക മണ്ഡലം ഉണ്ടാക്കാം. അവിടെ അവരെയൊക്കെ തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ അവിടെ കുടിയിരുത്താം. യുവ കേസരികൾ മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ പഴയ ചില പടക്കുതിരകൾ, സ്വീകാര്യരായ നല്ല പടക്കുതിരകൾ ഉപയോഗിക്കുക. എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തുക. കേരളം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഇതാണ് CPM ഒരു ചിന്ത. അപ്പൊ ഇനിയും LDF വരും, എല്ലാം മാറും, കേരളം പൂർണ്ണമായും മാറും. ചില ആളുകൾ പറയുന്നത് എല്ലാം ശരിയാകും എന്നാണ്. അങ്ങനെയല്ല, എല്ലാം ശരിയാക്കും എന്നാണ് പാർട്ടി ഉദ്ദേശിച്ചത്. ശരിയാക്കാത്ത മാറാതിരിക്കില്ല, വരാതിരിക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടില്ല. ഇതാ മാറും, മാറിയില്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള സംഘടനാ ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന രീതിയിലാണ് LDF മുന്നോട്ട് പോക്ക്. പേ പിടിച്ച അതുപോലെ ഇങ്ങനെ UDF നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി നടക്കുന്നു. അതുകൊണ്ട് അരിശം തീരാത്തവൻ വീടിന് ചുറ്റും മണ്ടി നടന്നു എന്നേതോ കവി പാടിയതുപോലെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ എത്ര വിമർശിച്ചാലും വോട്ട് കുത്തുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കുത്തി ശീലിച്ചവർ അങ്ങനെയേ കുത്തു. അല്ലാത്തവരെ ഞങ്ങൾ പറയും അവരും കുത്തികളാണ്, കുലം കുത്തികളായി ഞങ്ങൾ അവിടെ മുദ്ര കുത്തും. പിന്നെ അവർക്ക് ഓസ്ട്രസിസമാണ്. അതുകൊണ്ട് ഒപ്പം നിന്നാൽ, ചേർന്ന് നിന്നാൽ നല്ലത്. ഈ കുഞ്ഞികൃഷ്ണൻ പോലുള്ള ചില സഖാക്കൾ കണ്ണൂരിൽ അങ്ങനെ കുത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. അതെന്താണ് കാണിക്കുന്നത്? അപ്പോൾ വർഗവഞ്ചകരല്ലേ സാറേ? അവരൊക്കെയല്ലേ വർഗവഞ്ചകർ? എത്രയോ കഷ്ടപ്പെട്ട് പിരിച്ചെടുത്ത പണമാണ് അല്ലെ? പയ്യന്നൂരിൽ പിരിച്ചെടുത്ത സഖാവിന്റെ ഫാമിലിക്ക് വേണ്ടി, വീട് പണിയാൻ വേണ്ടി, പാർട്ടി കെട്ടിടം പണിയാൻ വേണ്ടി, ചികിത്സാ സൗകര്യത്തിന് വേണ്ടി പിരിച്ചെടുത്ത പണം. ആ പണത്തിന്റെ വേണ്ടാത്ത കണക്ക് വേണ്ടാത്ത സമയത്ത് ചോദിച്ച ഒരു കുലംകുത്തിയല്ലേ കൃഷ്ണൻ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തെ തോളിലേറ്റി നടക്കുകയാണ്. അതുപോലെ എത്ര വർഗവഞ്ചകരുണ്ട് ഇവിടെ. കൊട്ടാരക്കര ഒരു വർഗവഞ്ചകിയില്ലേ? 2-3 തവണ വെള്ളിത്താളത്തിൽ വെച്ച സീറ്റ് കൊടുത്തു ഐഷ പോറ്റിക്ക്. ഇപ്പോഴിതാ UDF വന്ന് മാടി വിളിച്ചപ്പ ചാടി പോയില്ലേ ഐഷ പോറ്റി? ഇതൊക്കെ നന്ദികേടല്ലേ? പിന്നെ ചാനൽ ചർച്ചയിലൊക്കെ ഇരുത്തി മുഖം നന്നാക്കിയെടുത്ത, പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച, മുഖം നന്നാക്കിയെടുത്തു. സ്വന്തം മുഖം നന്നായി കഴിഞ്ഞ് ഏറെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഹസ്കറിന്റെ ഒരു മോഹം RSP സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ, അത് UDF RSP സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ, അതുപോലെ ലൂക്കോസിന് ഒരാഗ്രഹം, അപ്പം റെജി ലൂക്കോസിന് ഒരു ആഗ്രഹം BJP സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളി നിർത്തിയാൽ ഇതൊക്കെ വർഗവഞ്ചനയല്ലേ? ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാനാകുമോ? അതേസമയം അബ്ദുള്ള കുട്ടി പോയത് കണ്ടില്ലേ? ഇപ്പൊ ദാണ്ട് വരിയമ്പുറത്ത് കിടക്കുന്നു. അബ്ദുള്ള കുട്ടി അത്ഭുതക്കുട്ടിയായിരുന്നു, കണ്ണൂരെ അത്ഭുതക്കുട്ടിയായിരുന്നു. അങ്ങനെയാണല്ലോ മുൻ മുഖ്യമന്ത്രി EK നായനാർ പറഞ്ഞത്. ഇപ്പോൾ എവിടെ കിടക്കുന്നു? UDF വഴി BJP ഒന്നുമല്ലാതായി, പേര് പോലും കേൾക്കാനില്ല. അതാണ് പാർട്ടി വിട്ടുപോയ ആരും പിന്നെ ക്ലച്ച് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടിയുടെ കൂടെ നിന്നാൽ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആർത്തലച്ചു വരുന്ന തിരമാലയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ. ഇവിടെ ഓരോരുത്തരും ബക്കറ്റ് കോരി വെക്കുകയാണ് വെള്ളം. ഇവിടെ ഒന്നും തിരയിളക്കം ഉണ്ടാവില്ല, ഓളം വെട്ടും അത്രയും മാത്രം. ഇപ്പൊ കാണുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാട്ടുന്നത് ചില ഓളം വെട്ടലുകളും മാത്രമാണ്. തിര അടിച്ച് കയറും അങ്ങോട്ട് ഇടതുപക്ഷത്തിന്റെ തീരത്തള്ളലിൽ
കേരളത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകും, തുടർ ഭരണവും ഉണ്ടാകും, പുരോഗതിയും ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് LDF. നമുക്ക് കാത്തിരുന്ന് കാണാം. ചില മണ്ടൻ ചാനലുകളും ചില സർവേകളും ഒക്കെ പറയുന്നുണ്ട് UDF 80 സീറ്റ് കിട്ടും, 40 സീറ്റ് അടുപ്പിച്ച് LDF കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വ്യാജമാണ്, കള്ളമാണെന്ന് തന്നെ വിശ്വസിക്കാം. പുതുയുഗത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കേരളത്തിന് ഒരു എല്ലാം ശരിയാക്കുന്ന സർക്കാർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.